സീമന്തരേഖയിൽ സിന്ദൂരം അണിയുന്നവരാണ് ഇന്ത്യൻ സ്ത്രീകൾ. പഹൽഗാം ആക്രമണത്തിൽ സന്തോഷത്തിന്റെ സിന്ദൂരം മായ്ക്കേണ്ടി വന്ന സ്ത്രീകൾക്കുള്ള ആദരം കൂടിയാണ് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രി ഇന്ത്യ നടത്തിയ തിരിച്ചടി. വിവാഹം കഴിഞ്ഞ് 6 ദിവസം മാത്രം പിന്നിട്ടപ്പോൾ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഹിമാൻഷി നർവാളിനെ പോലെ ബൈസരൺ വാലിയിൽ തകർന്നിരുന്ന സ്ത്രീകളുടെ മറുപടിയാണ് അത്. സിന്ദൂരം വിളയുന്ന കശ്മീരിനെ ചോരക്കളമാക്കിയ ഭീകരതയ്ക്കെതിരെ നടത്തിയ സൈനിക ഓപ്പറേഷന് ഇതിലും അർത്ഥപൂർണ്ണമായ ഏത് പേരിടും? ആ നടപടി വിശദീകരിക്കാൻ 2 വനിതാ സൈനികർ തന്നെ എത്തിയതിലും കാവ്യനീതിയുണ്ടായിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായിട്ട്, ഒരു പേജായിട്ട്, ഒരു അധ്യായമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്ക് നിൽക്കും. ഇന്ത്യൻ പ്രത്യാക്രമണത്തിന് സൈന്യം നൽകിയ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന വിവരം രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇന്ത്യൻ സൈന്യം പങ്കുവച്ച പോസ്റ്റിൽ ചിതറിത്തെറിച്ച സിന്ദൂരമായിരുന്നു പ്രധാനപ്പെട്ട ഇമേജ്. പഹൽഗാം ആക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർക്കുള്ള ആദരം എന്ന നിലക്ക് തന്നെ ഇതിനെ എടുക്കണം. ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിൻ്റെ പ്രതീകമായി ചുവന്ന പൊട്ടിനെ കണക്കാക്കുന്നവരാണ് ഇന്ത്യൻ സ്ത്രീകൾ. ആക്രമണത്തിൽ കണ്ണീർ കാഴ്ചയായിരുന്നു 6 ദിവസം മുമ്പ് മാത്രം വിവാഹിതയായ ഹിമാൻഷി നർവാളിൻ്റെ ചിത്രം എന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധത്തിന് പോകുന്ന യോദ്ധാക്കളും നെറ്റിയിൽ സിന്ദൂരം ചാർത്താറുണ്ട് എന്നത് ഒരു ഇന്ത്യൻ കൺസെപ്റ്റാണ്, ഇന്ത്യൻ സങ്കല്പമാണ്. കുങ്കുമം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും കശ്മീരിലാണ് എന്ന വിവരം കൂടെ ഇതോട് ചേർത്ത് വെച്ച് നമ്മൾ നോക്കണം. സൈനിക നടപടികൾ വിവരിച്ചത് 2 വനിതാ ഉദ്യോഗസ്ഥരാണ്. എല്ലാവർക്കും പരിചിതരായി കഴിഞ്ഞു. ആ വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പം വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും വന്നത്. വ്യോമിക സിംഗ്, സോഫിയ ഖുറേഷി, ഈ പേരുകൾ ഇപ്പോൾ എല്ലാവർക്കും പരിചിതമാണ്. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് 2019 ഡിസംബർ 18 പെർമനന്റ് കമ്മീഷൻ ലഭിച്ച സൈനിക ഉദ്യോഗസ്ഥ. 2500 മണിക്കൂറിലേറെ ദൂരം അപകട സാധ്യതാ മേഖലയിൽ ഹെലികോപ്റ്റർ പറത്തിയ പരിചയ സമ്പന്ന. 2022 അരുണാചൽ പ്രദേശിലെ രക്ഷാദൗത്യത്തിലടക്കം പങ്കെടുത്തു വ്യോമിക സിംഗ്. വിംഗ് കമാൻഡർ. ചേതക്, ചീറ്റ ഹെലികോപ്റ്ററുകൾ കൈകാര്യം ചെയ്യാൻ സമർത്ഥയാണ് അവർ. വ്യോമിക സിംഗ് ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡറാണ് വ്യോമിക സിംഗ്. നമുക്ക് വളരെയേറെ പരിചിതമായി കഴിഞ്ഞു. ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നിലയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇതിനകം തന്നെയും വ്യോമിക സിംഗ്. കേണൽ സോഫിയ ഖുറേഷി കരസേനയുടെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ഓഫീസർ സോഫിയ ഖുറേഷിയാണ്. കേണൽ സോഫിയ ഖുറേഷിയാണ് മറ്റൊരാൾ. കോർപ്പ് ഓഫ് സിഗ്നൽസിലെ ഏക വനിത കൂടിയാണ് സോഫിയ ഖുറേഷി എന്ന് രാജ്യം ഇന്ന് അറിഞ്ഞു. 2016 18 രാജ്യങ്ങൾ പങ്കെടുത്ത ഫോഴ്സ് 18 സൈനികാഭ്യാസത്തിൽ ഇന്ത്യയെ നയിച്ചത് സോഫിയ ഖുറേഷിയായിരുന്നു. 6 വർഷം UN പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ പങ്കെടുത്തു എന്ന പ്രവർത്തന പരിചയം കൂടി അവർക്കുണ്ട്. 1999 ചെന്നൈ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ നിന്ന് ലെഫ്റ്റനൻ്റായാണ് അവർ തുടങ്ങിയത്. ഗുജറാത്ത് സ്വദേശിയാണ് കേണൽ സോഫിയ ഖുറേഷി എന്നുകൂടെ നമുക്കറിയാം. സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്, ഈ പേരുകൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നതുപോലെ തന്നെയും ഇന്ത്യൻ ചരിത്രത്തിൽ ഒരുപാട് കാലം നമ്മൾ അറിയും. ഇനി അങ്ങോട്ട് ജനിക്കുന്ന പെൺകുട്ടികൾക്ക് ഈ 2 പേരുകളും രാജ്യത്തെമ്പാടും ഭാഷാ ദേശവ്യത്യാസമില്ലാതെ വരും. ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ ഈ സിംബോളിക്കായിട്ട് നടത്തിയ ആക്ടിനെ ഏത് നിലക്കുള്ള പ്രാധാന്യത്തിൽ നമ്മൾ കാണണം? ലോക ചരിത്രത്തിൽ ഇത്തരത്തിൽ പല യുദ്ധങ്ങളിലും അല്ലെങ്കിൽ ഇത്തരം സംഘർഷ സാഹചര്യങ്ങളിലുമൊക്കെ സിംബോളിക്കായ ചില നീക്കങ്ങൾ വിവിധ രാജ്യങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഇത് വളരെ കൗതുകകരമായ എന്നാൽ വളരെ ശക്തമായ ഒരു നീക്കമായി തന്നെയാണ് നമുക്ക് കണക്കാക്കേണ്ടി വരിക. കാരണം എങ്ങനെയാണ് ഭീകരവാദികൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവരുടെ ആ പ്ലാൻ എന്താണ്? ഇവിടെ വരിക, കൃത്യമായി പുരുഷന്മാരെ മാത്രം ആക്രമിക്കുക, അതും മതപരമായി തിരഞ്ഞുപിടിച്ച് തന്നെ ആക്രമിക്കുക. ആ പദ്ധതി എന്ന് പറയുന്നത് മതപരമായി ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുക. ചെറിയ കാര്യമല്ലല്ലോ. നമ്മളിത് പല ആവർത്തി പറഞ്ഞതാണ്. 20 കോടി മുസ്ലിങ്ങൾ കൂടി ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ഒരു സാമുദായികമായി എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു വലിയ വിഭാഗീയതയും സംഘർഷവും ഉണ്ടാക്കുക എന്ന കൃത്യമായ ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അതായത് മറ്റേത് ഭീകരാക്രമണത്തെക്കാൾ ഭീകരം എന്ന് തന്നെ ഞാൻ പറയും ഈ ആക്രമണത്തെ, പഹൽഗാമിലെ ആക്രമണത്തെ. കാരണം ഈ ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള ആളുകൾ ഈ ആക്രമണത്തിന് വിധേയരായി. അതെല്ലാം ഈ മതമറിഞ്ഞ് തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. പക്ഷേ അതിനെ രാജ്യം എന്ന നിലയ്ക്ക് നമ്മളതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ പലതരത്തിൽ ഈ വിഷയത്തെ, ഇത്തരം സാഹചര്യങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷവും പലതരത്തിൽ സോഷ്യൽ മീഡിയയിലും ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലും ഒക്കെയുള്ള വിളികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനെയെല്ലാം ഈ രാജ്യം അതിജീവിച്ചു. ഈ ഭീകരാക്രമണത്തെ അതിജീവിച്ചു, ഈ ചാനലുകളിലെ ബഹളത്തെ അതിജീവിച്ചു, സോഷ്യൽ മീഡിയയിലെ ബഹളത്തെ അതിജീവിച്ചു. ഒറ്റക്കെട്ടായി രാജ്യം നിന്നു. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതിനൊപ്പം ആ നിലപാട് തന്നെയാണ് ഈ കാര്യത്തിൽ സേനയും കൈക്കൊണ്ടത്. സേന ഈ കാര്യത്തിൽ ഇത് മനസ്സിലാക്കുന്നു. എന്തിനാണ് ഈ ആക്രമണം ഇവർ നടത്തിയത് എന്നുള്ളത് സേന മനസ്സിലാക്കുന്നു. സേനയും അങ്ങനെ തന്നെ, അതായത് സിംബോളിക് എന്ന് പറയുമ്പോൾ പല തലത്തിലാണ്. ഇപ്പോൾ സേന ആളുകളുടെ മതവും ജാതിയും ഒന്നും വിശദീകരിക്കില്ല. അതിനെല്ലാം അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. രാഷ്ട്രം എന്നുള്ളത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഏക സംഗതി. പക്ഷേ
അവിടെയും അവർ ആ അവതരിപ്പിക്കുന്ന 2 വനിതകളെ കൊണ്ടുവരുന്നു. അതിലിതെല്ലാം അടങ്ങിയിട്ടുണ്ട് സനീഷേ, എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 വനിതകളെ അവിടെ കൊണ്ടുവന്ന് അവർ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് ലോകം വീക്ഷിക്കുന്നു. അപ്പോൾ അത് കൃത്യമായി പറയാം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ കൂടി പറയാം. അപ്പോൾ അതായത് ഇപ്പോൾ ഈ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് റോസി ദി വെറ്റർ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രചാരണം, ഒരു പ്രതീകാത്മക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട്, ഒരു വനിതയെ അവതരിപ്പിച്ചുകൊണ്ട് ആ നിലയ്ക്ക് ഒരു നീക്കമാണ് അമേരിക്ക നടത്തുന്നത്. കാരണം പുരുഷന്മാരെല്ലാം യുദ്ധമുഖത്തേക്ക് പോയി. അപ്പോൾ ബാക്കി കാര്യങ്ങൾ, യുദ്ധ ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലും നടക്കുന്നില്ല. അതിലേക്ക് വനിതകളെ കൊണ്ടുവരാൻ വേണ്ടി ഇത്തരത്തിൽ സിംബോളിക്കായ ഒരു നടപടിയാണ് ആ കാലത്ത് ചെയ്തത്. അത് വലിയ വൈറലാകുകയും ചെയ്തു. അത് പലതരത്തിലാണ്. വനിതാ സാന്നിധ്യം ആ നിലയ്ക്ക് കൂടുതൽ സജീവമായി ഈ ഇത്തരത്തിൽ തുല്യനീതി എന്നുള്ളതിലേക്കുള്ള ഒരു ചുവടുവെപ്പായി കൂടി അതിനെ ആ നിലയ്ക്ക് പരിഗണിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഈ നീക്കത്തെയും വേണമെങ്കിൽ അങ്ങനെ കാണാം. കാരണം ഏക വനിതാ ഓഫീസറാണ് ആ നിലയ്ക്ക് യുദ്ധമുഖത്തുള്ള മുൻനിരയിലുള്ള ഒരു വനിതാ ഓഫീസറാണ്. അങ്ങനെ ഒരു വനിതാ ഓഫീസറെ ആ നിലയ്ക്ക് അവതരിപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ തൊട്ടടുത്ത് നടക്കുന്ന ഉക്രൈനിലെ പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൽ ഈ 2022 ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഗോസ്റ്റ് ഓഫ് കീവ് എന്ന് പറഞ്ഞിട്ട് ഒരു പൈലറ്റിനെ അവതരിപ്പിച്ചു. സനീഷ് ഓർമ്മ കാണും. അതായത് ആ പൈലറ്റ് ഒരു വിമാനവുമായി നടന്നിട്ട് ഇങ്ങനെ റഷ്യയുടെ വിമാനങ്ങളെല്ലാം വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊരു കഥ. അങ്ങനെ ഒരു പൈലറ്റിനെ അവതരിപ്പിക്കുകയാണ്. ഒരു ഇല്ലാത്ത പൈലറ്റാണ്. അപ്പോൾ ഈ തരത്തിൽ ചില സിംബോളിക്കായിട്ടുള്ള ചില സംഗതികൾ, അല്ലെങ്കിൽ ചില പ്രചാരണങ്ങൾ, ചില സാധ്യതകൾ ഒക്കെ സൈന്യവും തേടും, രാജ്യങ്ങളും തേടും. ആ നിലയ്ക്ക് വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമായി തന്നെ അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹർഷൻ, അതായത് ഇന്ത്യ ഇതിനകത്തൊരു ഇമോഷണൽ ആയിട്ടുള്ള സംഗതിയെ മുന്നോട്ട് വെച്ചു, ഒരു വൈകാരികതയെ വെച്ചു. അതുണ്ട്. സാധാരണഗതിയിൽ യുദ്ധം എന്ന് വെച്ചാൽ ആണുങ്ങളുടെ ഒരു കളി, ആണത്തത്തിൻ്റെ കളിയാണല്ലോ. എന്താണ് ഒരു പോരിന് പോവുക, അല്ലെങ്കിൽ ഒരു പൗരുഷത്വം, ഒരു പുരുഷത്വം, അതാണല്ലോ യുദ്ധത്തിൻ്റെ. പക്ഷെ നമ്മളിതിൽ കാണുന്നത് ആ വൈകാരികതയെ അപ്പാടെ തന്നെ എടുത്തു. സിന്ദൂർ എന്ന് പേരിടുക എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കാർഡിൽ കണ്ടതുപോലെ 2 വശമുണ്ട് സിന്ദൂർ എന്നുള്ള പേരിൽ. അല്ല, അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇന്ത്യയുടെ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്നത്. അതൊരു ഫെമിനിൻ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഫെമിനിറ്റി എന്ന് പറഞ്ഞ ഒരു ഡീഗ്രേഡ് ചെയ്തിരിക്കുന്ന ഒരു ഇമോഷനെ അല്ല ഇവിടെ വെച്ചിരിക്കുന്നത്. അത് ഈ തലവന്മാർ വന്നതോടുകൂടി വ്യക്തമായല്ലോ. അപ്പോൾ അതിനകത്ത് ഈ ധീരത, പൗരുഷം എന്ന സംഗതികളല്ല, ഒരു ഇമോഷൻ. അതായത് നമ്മുടെ ബന്ധുക്കളെ, മനുഷ്യരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ കൊന്നുകളഞ്ഞതിലുള്ള പ്രതിരോധ നടപടിയാണിത് എന്ന് ഇമോഷണലി ആണത്തത്തിൻ്റെയും അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഞാൻ ഈ കാര്യം പറയുന്നതിനുള്ള പ്രത്യേകമായ കാരണം, ഒരു അതിതീവ്ര ദേശീയതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് നമുക്കുള്ളത്. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ വലിയ ലൗഡായിട്ടുള്ള ബഹളം ആ പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകാറുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചോ, ആ പാർട്ടി, ആ സർക്കാർ ഒരുപക്ഷെ അവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടായിരിക്കാം, ഒരുമാതിരിപ്പെട്ട എന്തൊക്കെ മഹാത്മാഗാന്ധിയെ പോലും ചീത്ത വിളിക്കുന്ന ആളുകളുള്ള ആ പാർട്ടി നേതാക്കളുണ്ട്. പക്ഷേ ആ ഭാഗത്തു നിന്നൊന്നും വഴിവിട്ട ഒരു പ്രസ്താവന പോലും വന്നില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പറയുന്ന ജിങ്കോയിസ്റ്റ് നിലവിളികളുടെ ബഹളം കുറവായിരുന്നു, തീരെയില്ല എന്നല്ല, സോഷ്യൽ മീഡിയയിലും അവിടെങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് വന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ആ ഒരു ഇമോഷണൽ സംഗതി എടുത്ത് മുന്നോട്ട് വെക്കാൻ വളരെയേറെ ശ്രമിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ സിംബോളിക് മൂല്യം വളരെ വളരെ വലുതാണ്. ഈ 2 സ്ത്രീകൾ വന്ന് ഈ സിന്ദൂർ എന്ന് പേരിട്ടു എന്നതിലെ ഈ സ്ത്രീകളെയും സ്ത്രീത്വത്തെയും എടുത്ത് മുന്നോട്ട് വെച്ചു എന്ന സംഗതിയെപ്പറ്റി മാത്രമല്ല ഞാൻ കാണുന്നത്. അതേക്കാൾ പ്രധാനപ്പെട്ട സിംബോളിക് മൂല്യം ഞാൻ വിചാരിക്കുന്നത് ഈ 3 പേർ ചേർന്നിരുന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ വർഗീയ പ്രശ്നം ഉണ്ടാക്കാനാണ്, മതപരമായിട്ടുള്ള വിഭജനവും പരസ്പരം തമ്മിലടിക്കുന്ന കാര്യം ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഈ പെഹൽഗാം ആക്രമണത്തിൻ്റെ ലക്ഷ്യം വർഗീയത രാജ്യത്തുണ്ടാക്കി വിടുക എന്നതായിരുന്നു എന്ന് ഈ സൈനിക ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞതായിട്ടാണ്. അതായത് അവർ സൈന്യം മുസ്ലിം ഹിന്ദു എന്ന് കാണുന്നില്ല അവരുടെ ആളുകളെ. പക്ഷേ ഒരു മുസ്ലിം പേരുള്ള ഒരു ഉദ്യോഗസ്ഥയും ഹിന്ദു പേരുള്ള ഒരു ഉദ്യോഗസ്ഥയും വരുന്നതോടുകൂടി ഇന്ത്യ എന്നാൽ എന്താണ് എന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. ഇന്ത്യ മതപരമായിട്ടാണ് വിഭജനം ഉണ്ടാക്കാനാണ് നിങ്ങൾ ഈ ആക്രമണം നടന്നതെങ്കിൽ മതപരമായിട്ടുള്ള ഒരു വിഭജനത്വം നിൽക്കാതെ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുമെന്ന ഒരു സന്ദേശം കൂടിയാണ്. ഈ സ്ത്രീകൾ വന്നു എന്ന് മാത്രമല്ല അതിൻ്റെ സിംബോളിക്കായിട്ടുള്ള മൂല്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കലായിരുന്നു തീവ്രവാദി ആക്രമണത്തിൻ്റെ ലക്ഷ്യം എന്ന സെൻറ്റൻസ് ഈ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് കൃത്യമായിട്ടും ആ നിലക്ക് ഉള്ളൊരു കാര്യമാണ്. ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയായിട്ടുള്ള ബഹുസ്വരതയിലും മതേതരത്വത്തിലും തന്നെ ഉറച്ചു നിൽക്കും എന്ന് സൈന്യം പറയുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതായത് സൈന്യത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം കൊടുത്തു ഭരിക്കുന്ന സർക്കാർ. സൈന്യം ഈ കാര്യം തെളിയിക്കാനാണ് ഈ ദിവസത്തെ ഉപയോഗിച്ചത്. 2 കാര്യങ്ങളുണ്ട്. നമ്മുടേത് ഇന്ത്യ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയാണ്. നമ്മൾ ഇന്നിപ്പോൾ സൂചന കാണിച്ചു കൊടുത്ത രാജ്യം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനാണ്. ഒന്ന് മതരാഷ്ട്രമാണ്, ഒന്ന് ഒരു മതേതര രാഷ്ട്രമാണ്. മതേതര രാഷ്ട്രം എന്ന് വെച്ചാൽ ബഹുസ്വരതയാർന്ന രാഷ്ട്രമാണ്. എല്ലാത്തരം മതജാതി വിഭാഗങ്ങളും ഒന്നിച്ചൊറ്റക്കെട്ടായി വസിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ അവിടെ മതരാഷ്ട്രമായതിനാലാണ് അവിടെ ഭീകരവാദം ഉണ്ടാകുന്നത്, തീവ്രവാദം ഉണ്ടാകുന്നത്. അവരുടെ
രാജ്യത്തിനകത്ത് തന്നെയും മനുഷ്യർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത വിധമുള്ള കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതാ ഞങ്ങളിത് ഒറ്റക്ക് കെട്ടായി നിൽക്കുന്നു എന്ന സൂചന നൽകാനായിട്ടാണ് ഇതിനകത്ത് 2 സ്ത്രീകൾ വന്നു എന്നല്ല ഞാൻ കാണുന്നത്. നമ്മുടെ ബഹുസ്വരതയുടെ അടയാള ബിംബങ്ങളായിട്ടുള്ള 2 സൈനിക ഉദ്യോഗസ്ഥർ കൂടെ ഈ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നു എന്നത് ഈ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന അതിഗംഭീരമായിട്ടുള്ളൊരു സിംബോളിക് മൂല്യം പുറത്തേക്ക് വെച്ചു എന്നതാണ് ഞാൻ കാണുന്നത്. ഈ ബഹുസ്വരതയാണ് ആഘോഷിക്കപ്പെടേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം ആപൽഘട്ടങ്ങളിൽ ഒന്നിച്ചുള്ള നിൽപ്പ് നിന്നാൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റുകയില്ല എന്നാണ് യഥാർത്ഥത്തിൽ അതിതീവ്ര ദേശീയതയും മതാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ മൂല്യങ്ങളുമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും ഈ ഘട്ടത്തിൽ കണക്കാക്കേണ്ടത് എന്നൊരു വിചാരമാണ് ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് എനിക്കുള്ളത്. ഹർഷ, മിക്കവാറും അത് വർക്കാവും. അങ്ങനെ നോക്കിയാൽ ഇന്ത്യയിൽ അത് വർക്കാവും. കാരണം ആളുകൾക്ക്, കാരണം ഇത്തരം ഒരു സാഹചര്യത്തെ നമ്മൾ അതിജീവിച്ചല്ലോ. അതായത് മതം ഏതാണ് എന്ന് ചോദിച്ച് തരംതിരിച്ച് ആളെ മാറ്റി നിർത്തി വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ള ഒരു സാഹചര്യം ഞാൻ പലപ്പോഴും നമ്മൾ ഈ കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വരുമ്പോൾ വിഴുങ്ങാറുണ്ട്. അത് പറയാൻ തോന്നാറില്ല, ഈ മതം നോക്കി തരംതിരിച്ച് വെക്കുന്നു എന്നുള്ളത്. അങ്ങനെ ചെയ്തതാണ്, പക്ഷേ അതിനെ രാജ്യം എന്ത് ഗംഭീരമായിട്ടാണ് അതിജീവിച്ചത്. അതുകൊണ്ട് ഈ പറയുന്ന ഈ അതിനോടൊപ്പം ചേർന്ന് കാണുന്ന നമ്മുടെ ഹിമാൻഷി നിർബാളും നമ്മുടെ ആരതി രാമചന്ദ്രനും ഒക്കെ എന്താ പറഞ്ഞത്? അവർ പറഞ്ഞപ്പോൾ ആദ്യം തന്നെയും വന്ന് പറഞ്ഞത്, ഏറ്റവും കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോൾ പോലും അവർ വന്ന് എന്താ പറഞ്ഞത്? നമ്മുടെ സഹോദരങ്ങളെ തള്ളിക്കളയരുത്, അവരായിരുന്നു ഞങ്ങൾക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നത്. മതജാതി വ്യത്യാസങ്ങൾക്കപ്പുറമുള്ള സാഹോദര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമെന്ന്, ഏറ്റവും വലിയ നഷ്ടം ജീവിതത്തിലുണ്ടായ ആ മനുഷ്യർ നമ്മുടെ രാജ്യത്തോട് പറഞ്ഞു. അതാണ് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത്. അത് പറയുമ്പോൾ ഒരൊറ്റ കാര്യമുണ്ട്, ഈ ഹിമാൻഷി നിർവാളും ആരതിയും ഇവർ രണ്ടുപേരും ഈ നിലപാട് സ്വീകരിച്ചപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതെന്താ? ഒരു വിഭാഗം ആളുകൾ, തെമ്മാടികൾ, അവരെ ആക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത് സോഷ്യൽ മീഡിയയിൽ. കാരണം ഇവർ പറഞ്ഞത് എന്താണ്? നമുക്കൊപ്പമുള്ള കശ്മീരികളെ, നമുക്കൊപ്പം മുസ്ലിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വേണം ഈ സാഹചര്യത്തെ നേരിടാൻ എന്ന് പറഞ്ഞവരോടാണ് അവരെ കൂട്ടം ചേർന്ന് സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്ന തെമ്മാടികളെ നമ്മൾ കണ്ടു. ഈ രാജ്യത്ത് അത് നടക്കുന്നുണ്ട്. അവരാണ് ഈ രാഷ്ട്രമെന്നോ, അവരാണ് ഭരണകൂടമെന്നോ, അവരാണ് സൈന്യമെന്നോ നമ്മൾ വിചാരിക്കരുത്. അതാണ് കാര്യം. അത് മാത്രമല്ല, വേറെ ഒരു കൂട്ടർ കൂടിയുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ ആണെങ്കിലും ഇതൊരു സൈനിക നടപടിയാണ്. സൈന്യത്തിൻ്റെതായ പദ്ധതിയുണ്ട്. അത് സുന്ദരമായി നമ്മൾ ഇതിന് മുന്നിൽ കാണുന്നുണ്ട്. സൈന്യത്തിന് ഇവിടെ പാകിസ്ഥാനിലെ മുഴുവൻ ജനങ്ങളെയും കൊന്നു തീർക്കണം എന്നൊരു പദ്ധതിയേ ഇല്ല. പക്ഷേ രാവിലെ ടി വി ഓൺ ചെയ്യുമ്പോൾ ഒരു ടി വിയിൽ ഞാൻ കാണുന്നത് ഒരു ചെറുപ്പക്കാരനായ മാധ്യമപ്രവർത്തകൻ നിന്ന് അലറുകയാണ്, ഇന്നിപ്പോൾ ആക്രമിച്ചതുപോലെയല്ല, നാളെ നിന്റെ തലമണ്ടയ്ക്ക് വെച്ച് പൊട്ടിക്കും ബോംബ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതായത് ഈ കാണുന്ന പ്രേക്ഷകരെ മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിസിലടി. അതിനപ്പുറത്ത് ഈ വിസിലടിക്ക് നിൽക്കുന്നവരല്ല ഇന്ത്യൻ സൈന്യത്തിന്റെ അത്തരം വാർത്താവതാരകർ കാണേണ്ടതാണ്. ആ വാർത്താ സമ്മേളനത്തിൽ അവർ വന്ന് എത്രക്ക് കമ്പോസ്റ്റ് ആയിട്ടുള്ള വാക്കുകളിലൂടെ എത്രക്ക് പരിപക്വമായിട്ടാണ് അവർ സംസാരിച്ചത് ഈ 3 ആളുകളും എന്ന് നമ്മൾ കാണേണ്ടതാണ്, അല്ലേ?